നമ്മുടെ വീട്ടിനകത്തൊക്കെ മൗലിദിന്റെ സ്വരങ്ങൾ ഉയരട്ടെ. പടച്ച തമ്പുരാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം അവിടുന്ന് ഉയരട്ടെ. അങ്ങനെ ഉയർന്ന അല്ലാഹ് നമ്മളെ കൈവിടൂലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടൂലല്ലോ. ആ പ്രവാചകന്റെ വല്ലാത്ത ബന്ധം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരികയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിനകത്ത് തെറ്റ് ചെയ്തവരാകട്ടെ, നമ്മളൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ്, ഒരുപാട് തിന്മകൾ കണ്ടവരാണ്, ഹൃദയം കൊണ്ട് തെറ്റുകൾ ചിന്തിച്ചവരാണ്. എത്ര തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അമേയമായ ബന്ധം നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച, വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളെ കൊണ്ടു നടന്ന ആ റസൂലുള്ളാഹി നമ്മെ കൈവിടുമോ ഉമ്മ? ആ റസൂലുള്ളാഹി നമ്മെ കൈവിടുമോ ഉമ്മ? ഈ ദുനിയാവിൽ വെച്ചിട്ട് ലോകത്ത് നിന്ന് വിട പറയുമ്പോ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയല്ലേ അവിടുന്ന് പൊട്ടിക്കരഞ്ഞതോ? നമ്മളോട് വല്ലാത്ത സ്നേഹമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അതാ ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതങ്ങ് പറയുമ്പോ പടച്ച റബ്ബേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്ന് ദാ പടച്ച റബ്ബേ പറയുന്നു, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, നബിയേ, പോരെ നബിയേ, ഈ സമയത്ത് എനിക്ക് ഇവിടുന്ന് വേണ്ടിയിട്ട് ഇവിടുന്ന് ദുആ ചെയ്യണം നബിയേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ റസൂലുള്ളാഹി അവിടുന്ന് ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയോ, ആയിഷ, നിനക്ക് വേണ്ടി മാത്രമല്ല ആയിഷ, നിനക്ക് വേണ്ടി മാത്രമല്ല ആയിഷ, എന്റെ കൂടെ പിറപ്പീങ്ങളുണ്ട് ആയിഷ, എന്റെ കൂടെ പിറപ്പീങ്ങളുണ്ട് ആയിഷ. അല്ലാഹുവേ, അതാരെന്നറിയോ? റസൂലുള്ളാഹിനെ കാണാത്ത, റസൂലുള്ളാഹിന്റെ ചെവി, റസൂലുള്ളാഹിന്റെ തുമ്പാക്കിലൂടെ വരുന്ന, അവിടുത്തെ ചുണ്ടിലൂടെ വരുന്ന, അവിടുത്തെ നാക്കിലൂടെ വരുന്ന ആ മണിമുത്തുകളെ പോലെയുള്ള ശബ്ദം കേൾക്കാത്ത ആളുകള്, റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ശരീരം കാണാത്ത ആളുകള്, പടച്ച റബ്ബേ, അവിടുന്ന് റസൂലുള്ളാഹിന്റെ കരങ്ങൾ പിടിക്കാൻ ആഗ്രഹിക്കുന്ന, റസൂലുള്ളാഹിന്റെ കരങ്ങൾ പടച്ച റബ്ബേ ദുനിയാവിൽ കിട്ടാൻ ഒരു ചാൻസുമില്ലാത്ത പാവപ്പെട്ട ജനങ്ങള് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഉമ്മ. നമുക്ക് വേണ്ടിയാ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാ റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുള്ളത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ട് ഓരോ ദിവസവും അവിടുന്ന് ദുആ ചെയ്യാറുണ്ടെന്ന് അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ റസൂലുള്ളാഹിയാണല്ലോ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വേളയിലോ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പടച്ച റബ്ബേ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയോ, തന്റെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു, തന്റെ റൂമിലേക്ക് കടന്നു വന്നു. പടച്ച റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്നതാ പടച്ച റബ്ബേ ഇങ്ങനെ കിടക്കുമ്പോ അവിടുന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടോ റൂഹിനെ പിടിക്കുമ്പോ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, റസൂലുള്ളാഹി അവിടുന്ന് ചോദിക്കുകയാണ്, പടച്ച റബ്ബേ, എന്തൊരു വേദനയാണ്, എന്തൊരു വേദനയാണ്, എല്ലാവരുടെ റൂഹിനെയും ഇങ്ങനെയാണോ പിടിക്കുന്നത് എന്നവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുക, നബിയെ, എല്ലാവരുടെ റൂഹിനെയും ഇതിനേക്കാളും വേദനയിലാ പിടിക്കുന്നത്. ഇതുവരെയുണ്ടല്ലോ ഇത്രത്തോളം മയത്തിലായിട്ട് ഒരാളുടെ റൂഹിനെയും ഞാൻ പിടിച്ചിട്ടില്ല നബിയെ, ഇത്രത്തോളം മൃദുലമായിട്ട് ഞാൻ ഒരാളുടെ റൂഹിനെയും പിടിച്ചിട്ടില്ല എന്നവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്.
എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗിനെ വിടുന്ന വല്ലാത്ത മയത്തോടു കൂടെയാണ് പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയായിരുന്നു. റസൂലുള്ള പൊട്ടിക്കരയുകയാ. അലാ ഇന്ന ലിൽ മൗതി ലസകറാത്ത്. പ്രിയപ്പെട്ട ആയിഷ ബീവിയോട് അവിടുന്ന് പറയാണ്, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ, സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. എന്റെ ഉമ്മത്തീങ്ങളുടെ വേദന ഇതിലും കഠിനമാണെന്ന് പറയുമ്പോ പടച്ച റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അസ്റാഈലേ, എന്റെ ഉമ്മത്തിന്റെ വേദനയുണ്ടല്ലോ, അത് കുറച്ച് നീ എനിക്കൊന്ന് കൊണ്ടാ, എന്നിട്ട് അവരുടെ വേദനയുണ്ടല്ലോ, ആ വേദനയെ നീ ഒന്ന് ക്ഷമിപ്പിക്ക്, കുറച്ചു കൊടുക്ക് എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാൻ, അവിടുന്ന് വഫാത്തിന്റെ സമയത്ത് പോലും എന്റെ ഉമ്മത്തി എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ പ്രവാചകരാ. എന്റെ പ്രിയമുള്ളവരെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവെന്ന് മാത്രമല്ല മഅ്ശറയിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വരുമ്പോ, അല്ലാഹുവേ, എല്ലാവരും മഅ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ പ്രവാചകന്മാരെല്ലാം അവർക്ക് വേണ്ട ഇരിപ്പിടങ്ങളിൽ കയറിയിരിക്കുകയാ. എല്ലാ പ്രവാചകന്മാരും അവിടെ ഇരിപ്പിടങ്ങളിൽ കയറിയിരിക്കാൻ, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരു സിംഹാസനം മാത്രം ഇങ്ങനെ ബാക്കിയായി കിടക്കുകയാ. അത് ആരുടേതെന്നറിയോ? നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാ. എന്തുകൊണ്ടാണ് അത് ബാക്കിയായിട്ട് കിടക്കുന്നത്? റസൂലുള്ളാഹി അതാ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് സുജൂദിൽ കിടന്നിട്ട് എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ഒരു നേതാവിനെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ഇങ്ങനത്തെ ഒരു നേതാവിനെ നമുക്ക് എവിടെ നിന്നാ ലഭിക്കുന്നത്? എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന പ്രവാചകര്, പടച്ചറബ്ബേ, ഇവിടെ നിന്ന് നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ ഒന്ന് വേഗത്തിൽ പറഞ്ഞു വിടാൻ അള്ളാന്റെ മുമ്പിൽ പോയിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയാണ് പ്രവാചകര്. ആ റസൂലുള്ളാഹിയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? ആ റസൂലുള്ളാഹിക്കല്ലേ നമ്മൾ മഹബ്ബത്ത് കൊടുക്കേണ്ടത്? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ പടച്ച റബ്ബേ, നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവിന്റെ ഒരുപാട് ആളുകളുണ്ട്, ദുനിയാവുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ റസൂലുള്ളാഹിക്ക് ഒരു അണിമണി തൂക്കം പോലും സ്നേഹം കൊടുക്കാൻ ഈ പറയുന്ന എനിക്ക് കഴിയുന്നില്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കഴിയുന്നില്ല. പടച്ച റബ്ബേ, ഇതാണല്ലോ നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൊട്ടിക്കരഞ്ഞ റസൂൽ, നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് സമയം കളഞ്ഞ റസൂൽ, ഇനിയും നമുക്ക് വേണ്ടിയിട്ട് സമയങ്ങൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന റസൂൽ. അല്ലാഹുവേ, ആ റസൂലിനെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ.